ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? നമ്മൾ ഇന്ന് പെരിന്തൽമണ്ണ പോയിരുന്നു കേട്ടോ. അപ്പോഴേ നമ്മൾ പിന്നെ അവാവാസ് മാൾക്കാണ് പോയത്. അപ്പോൾ നല്ല ഓഫേഴ്സ് ഉണ്ട്. നല്ല ഭയങ്കരമായിട്ട് ഓഫറുകൾ നടക്കുന്നുണ്ട് ഈ നോമ്പായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ജാംജൂമിലേക്ക് പോയിരുന്നു, വാവാസ് മാളിലേക്ക്. അപ്പോൾ അവിടെ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ ചോക്ലേറ്റ്, അതെല്ലാം ഒരു കടയിൽ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വാവാസ് മാളിൽ റയ്യാൻ കടയിൽ നിന്ന് നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു റംസാനായിട്ട്. അത് ഹാൻഡ് ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ നോക്കിയാലോ? നമുക്ക് തന്നിക്കണത് നമുക്ക് കാണിച്ചു തരാം. ഹാൻഡ് ബോക്സ് ചെയ്യാൻ പോവണേ. ഡേണ്ടടാ, നമ്മളെ ചങ്കായ സുഹൃത്ത് നമ്മളെ ഒക്കെ കട്ട ഫാനാണ്. അപ്പോൾ അവർ തന്നതാണ് നമുക്ക് ഈത്തപ്പഴം. നമ്മൾ അവിടെ ചുമ്മാ വെറുതെ കയറിയതാണ്. കുറച്ച് പിന്നെ ഉണക്കമുന്തിരി മേടിക്കാൻ പോയതാണ്, റെഡ് കളർ മുന്തിരി. കുറച്ച് പിസ്ത മേടിക്കാൻ കയറിയതാട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. പിന്നെ ഗിഫ്റ്റ് ഞങ്ങൾക്ക് പിന്നെ പോരാൻ നേരത്തെ എനിക്ക് തന്നു. അപ്പം എനിക്ക് ഈത്തപ്പഴമാണ് അവർ തന്നിക്കണ്. ഞങ്ങളെ വകയായിട്ട് നിങ്ങൾക്ക് ഒരു ഈത്തപ്പഴം പേക്കറ്റിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പം എനിക്ക് വളരെ വളരെ സന്തോഷമായിട്ടോ. ആ കടയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. വാവാസ് മാളിൽ കയറി ചെല്ലണ ആ കടയാണ്. ഇതാണ് കടയുടെ പേര്. മനസ്സിലായല്ലേ ഞങ്ങൾക്ക്? റയ്യാൻ. അടിപൊളി സാധനങ്ങളാണ് അവിടെ ഉള്ള. ഗൾഫിൽ കിട്ടണ അതേപോലത്തെ ചോക്ലേറ്റ് ഐറ്റംസുകൾ. നമ്മളെ നാട്ടിൽ ഗൾഫിൽ നിന്ന് സ്പ്രേ പൂസി വരുന്നതാണ് മാത്രം കേട്ടോ. ഇവിടുന്ന് ടൂട്ടി കെട്ടിയിട്ട് അവിടെ എക്സ്പോർട്ട് ചെയ്യാണല്ലോ. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നില്ല, അവിടെ സ്പ്രേ പൂസി വരുന്നതാണ്. ഈ സോപ്പായാലും എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിസ്ത നമ്മൾ തൊലി കളഞ്ഞ പിസ്താണ് വാങ്ങിയത് കേട്ടോ. പിന്നെ 50 ഗ്രാം പിസ്തയും മേടിച്ചു, 50 ഗ്രാം ഉണക്കിയ മുന്തിരിയും മേടിച്ചു. അപ്പോൾ എനിക്ക് അത് കണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു. അപ്പോൾ പിന്നെ അത് മേടിക്കണതായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ. അപ്പോൾ ഞാൻ പോരാൻ നിൽക്കുമ്പോൾ ഞങ്ങളെ വക നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിലേക്ക് ഈത്തപ്പഴമാണ് കൊടുക്കുന്നത് കേട്ടോ. അത് വളരെ സന്തോഷമായി. എനിക്ക് ഈത്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. രക്തക്കുറവാണ്. ഇത് നല്ല ഈത്തപ്പഴമാണ് കേട്ടോ. കുറച്ച് ക്വാളിറ്റിയുള്ള ഈത്തപ്പഴമാണ്. അപ്പം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാമെന്ന്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഒരു ഹാൻഡ് ബോക്സ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നല്ല ഈത്തപ്പഴം, മുന്തിരി ഈത്തപ്പഴം പോലെ അറിയാം. അപ്പോൾ എല്ലാവരും അങ്ങനെ എനിക്കങ്ങനെ നയിച്ച് റമസാനായിട്ട് അങ്ങനെ കിറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും ലൈവിൽ ചോദിക്കും, ഇവിടെ കിറ്റൊന്നും കിട്ടാറില്ല, അതാണ് പേരിട്ടാ. അപ്പോൾ എല്ലാവരും ജാംജൂം റയ്യ ഒരു ഈ കടയ്ക്ക് ചെല്ലുക. അടിപൊളി ചോക്ലേറ്റും കാര്യങ്ങളും. പിന്നെ ജാംജൂമിൽ നല്ല തക്കർപ്പൻ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. മലപ്പുറത്തുണ്ട് ഇപ്പോൾ ഒരു ജാംജൂം ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇവരെ തന്നെ തോന്നുന്നു, ഇവരെ ബ്രാൻഡാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം എല്ലാവരും വാവാസ് മാളിൽ പോവുക, ജാംജൂമിലും പോവുക, അതുപോലെ ഈ കടയ്ക്കും പോവുക. അടിപൊളി ചോക്ലേറ്റും നമ്മൾ ഗൾഫിലുള്ള എല്ലാ സാധനങ്ങളും അതിലവിടെ കിട്ടും. എൻ്റെ പൊന്നേ, എനിക്ക് നോമ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. എല്ലാ ഫ്രൂട്ട്സും എടുത്തിട്ടൊന്ന് സാമ്പിൾ നോക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നോമ്പായതുകൊണ്ട് അവരെല്ലാം തരും. അപ്പോൾ നമ്മൾ ഇപ്പം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാൻ നമ്മൾ ആദ്യം പോയി ടേസ്റ്റ് നോക്കും.
എന്നിട്ട് അതിൻ്റെ ആ രുചി അറിഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കുള്ളൂ. അതാണ് നമ്മളെ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യും. അതുപോലെ കോഴിക്കോട് അലുവ മുട്ടായി തെരുവിൽ പോയി തന്നാൽ എല്ലാവരും അവർ ടേസ്റ്റ് തരും. ഇത്തതൊന്ന് ടേസ്റ്റ് നോക്കി എന്നിട്ട് ഇത്താക്കി ഏതാ അതിൽ സെലക്ട് ചെയ്യുന്നത് അത് അവർ നമുക്ക് തരും. പക്ഷെ നമ്മളെല്ലാവരും ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മളെ വയറ് മൊത്തം ഫുള്ളായി. അപ്പോൾ ഇന്നിപ്പോൾ അതിന് പറ്റിയില്ല. അവരൊക്കെ നമ്മളെ ചങ്കാറാണ്, നമ്മളെ കട്ട സപ്പോർട്ടാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നെ അറിയാത്തതിലിപ്പോൾ ആരുമില്ല മക്കളെ. ചിലവർക്ക് കുശിപ്പൊക്കെയാണ്, എന്താ ചെയ്യുക. എങ്ങനെ താത്ത ഇത്രയും വളരെ വലുതായി എന്നൊക്കെ ചോദിക്കും. അത് പടച്ചിറപ്പിൻ്റെ അനുഗ്രഹമെന്ന് അറിയും ഞാൻ. കാരണം മോതിരം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മോഡലാ. അട്ടിപ്പൊളി മോതിരം നിങ്ങൾക്ക് വേണോ മക്കളെ? പച്ചക്കല്ലും ബ്ലാക്ക് കല്ലും. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനായിട്ട് പോകുന്നുണ്ട്. ഇനി കൊക്കവട ഉണ്ടാക്കണം. എല്ലാവരും ചായയും കടിയൊക്കെ ആയി. ചായയൊക്കെ പിന്നെ ഉണ്ടാക്കി 6 മണി ആയില്ലല്ലേ. എനിക്ക് ഞാനന്ന് പുറത്തുനിന്നാണ് പത്തിരിയൊക്കെ പാർസൽ കൊടുത്തേക്കാണ്. എനിക്ക് വയ്യായിട്ട് കടലക്കുറുപ്പ് നൈസ് പത്തിരിയൊക്കെ ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിക്കൊടു നിൽക്കുകയാണ് പുല്ലാമന്തോളം കേട്ടോ. പിന്നെ കടലക്കറിയും മേടിച്ചു. ഇനി കുറച്ച് കൊക്കവടി പൊരിക്കാറുണ്ട്. പേടിക്കണ്ട. അവർ സോഡ കൂട്ടില്ല. അപ്പോൾ സോഡ കൂട്ടുമ്പോൾ എനിക്കത് വയറിന് ഭയങ്കര സോല. വല്യമ്മ ഇന്നലെ പറഞ്ഞ് അന്നേരെ സമൂസയും കിളിക്കൂടും മേടിച്ചപ്പോൾ വല്യമ്മക്ക് കൊക്കവട വേണമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഇന്നലെ സാധിക്കാത്ത കാര്യം ഇപ്പോൾ ഇന്ന് സഹായിച്ചു കൊടുക്കണമല്ലോ. വയസ്സായി പോയില്ലേ. നമ്മൾ എല്ലാവരും കാര്യങ്ങളും സഹായിച്ചെടുക്കുന്ന ഒരാളല്ലേ. അപ്പോൾ കൊക്കവടക്കാണ് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് റെസ്റ്റിലിരിക്കണ്ടേ. അപ്പം നമ്മൾ 6 മണിയോടെ കൂടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും തിരക്കാണ്. നമ്മളെ ചങ്കുകൾക്ക് നമ്മളോട് വിളിക്കാനും സമയമില്ല, തിരക്കാണ്. കുറേ കാൾ സംസാരിക്കും, അവിടെ വിളിച്ച് കുറേയൊക്കെ വിളിച്ചാൽ അവിടെ സംസാരിക്കും. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരുകാരും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മൾക്ക് തീരെ മെസ്സേജും റിപ്ലൈയും തന്നിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ വിചാരിക്കണം അവളെ അവോയ്ഡ് ചെയ്യണമെന്ന്. എല്ലാവരും അതിങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമുക്ക് റിപ്ലൈ തരാതിരുന്നാൽ അവർ മറ്റുള്ളവരെ തേടിപ്പോകുന്ന സൂചനയാണ്. അത് സത്യമാണോ എന്ന് നിങ്ങൾ കമൻ്റ് ഇടുക. പിന്നെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് റിപ്ലൈയും തന്നില്ല, വിളിക്കാനും കൂട്ടാക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ ഫോണ് കട്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ഒരു പന്തികേട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഒരാളെ ഇഷ്ടപ്പെടാൻ പാടില്ല. അത് പിന്നെ കൂടുതലായാലും വിഷാന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ സ്വഭാവങ്ങളും വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ നമ്മളോട് അവോയ്ഡ് ചെയ്യുന്ന കുറച്ച് വർത്തമാനം പറയും, എനിക്ക് തിരക്കാണ്, പെട്ടെന്ന് ഫോൺ കട്ടാക്കുന്നൊരു സിറ്റുവേഷൻ വരിക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർക്ക് ഒട്ടും നമ്മളോട് ആഗ്രഹവുമില്ല, താല്പര്യവുമില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർ അവോയ്ഡ് ചെയ്യണോ നമ്മൾ ചിന്തിക്കും. പിന്നെ നമ്മൾ വിളിക്കും, അപ്പോഴും വീഡിയോകൾ കട്ടാക്കും. അപ്പോൾ നമ്മളാരായി? നമ്മൾ ഒരു ആർക്കും പറ്റാത്ത വേണ്ടാത്തവളായി. നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ വില കളയാണ് നമ്മൾ. അത് മനസ്സിലാക്കാതെ പിന്നെ നമ്മൾ വിളിക്കും, സ്നേഹമുള്ള ഒരാളല്ലേ, എനിക്ക് എന്താ റിപ്ലൈ തരാത്തത്? അതൊരു സ്വാഭാവിക കാര്യങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെയല്ല, വാസ്തവത്തിൽ സംഭവിക്കുന്നത് കാര്യങ്ങളാണ്. നമ്മൾ അടുത്തടുത്ത് സ്നേഹിക്കുന്നവർ നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും വിളിക്കുന്ന ഒരാളായിരിക്കണം നമ്മൾ സ്നേഹിക്കുന്നവർ. അതാണ് യഥാർത്ഥ സ്നേഹം. ഇതിപ്പോൾ നമുക്ക്
എപ്പോഴും വിളിച്ചാൽ ഫോൺ എടുക്കണം, തിരിച്ച് റിപ്ലൈ തരണം. അത് കിട്ടാതെ വരുമ്പോൾ നമ്മളെ വിചാരിക്കേണ്ടത് എന്തിരിക്കണമെന്നാലോ, അവർ നമ്മളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര പെൺകുട്ടികൾ ഓരോരുത്തരുടെ സ്നേഹത്തിന് വേണ്ടി കാല് പിടിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകാൻ പാടില്ല. എല്ലാവർക്കും പ്രേമമാണ്. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് രണ്ടാൾക്കാർ പരീക്ഷക്കാരെന്ന് പറഞ്ഞ് പോയിട്ടോ, ഇൻസ്റ്റാഗ്രാമിലാണ് പ്രണയിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ പ്രണയിക്കുക, അതുപോലെ അത് അങ്ങനെ രണ്ടാൾ അല്ല, അത് പ്രണയിച്ച കേസല്ലേ. അത് അവർ രണ്ടാളും മുടി കെട്ടാൻ ബോംബെ പോയി മുടി കെട്ടാൻ. ഈ കുട്ടികളെ പോക്ക് എങ്ങോട്ടാണ്? അല്ലെങ്കിൽ ലഹരി അടിമയായിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്നിപ്പോൾ എന്തോ ഒരു വീഡിയോ കണ്ടതിന് ഒരു കുട്ടിയെ എന്താണ് മയക്കുമരുന്നിൻ്റെ മാഫിയയെ കണ്ടെത്തി. അപ്പോൾ ആ ഒരു കുട്ടി ഒരു 21 എത്ര വയസ്സുള്ളൊരു കുട്ടി, 22 25 വയസ്സ്. അപ്പോൾ ആ കുട്ടി ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അവർ മാറ്റി ചെയ്ത് അത് വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും സ്കൂൾ കോളേജിൽ പോകുമ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വഴി തെറ്റി പോകുന്നതും ഈ ട്രെൻഡ്സ് കാരണമാണ്. അപ്പോൾ എന്തൊക്കെ പലതും ചെയ്യാമെന്ന് തോന്നുകയാണ്. അതുപോലെ ഇപ്പോൾ ഇന്ന് ഞാൻ പെരിന്തൽമണ്ണ പോയപ്പോൾ ബസ്സിൽ കച്ചറ കാട്ടിയിട്ട് ഒരു ഡ്രൈവർ മരിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ. അതിൻ്റെ ഒന്ന് പ്രതിഷേധമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ നിലത്തിറങ്ങാനുള്ളതാണ് റോഡ്. പക്ഷേ അവരെ ഇഷ്ടത്തിന് അവർക്ക് ഇതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് ബസ്സിൽ തച്ച് അവരെ ഒരു വൈക്കാക്കി അത് മരണപ്പെട്ടു അയാൾ, ആ ഓട്ടോ ഡ്രൈവർ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷന്? ഇതാർക്കൊന്നും ഒന്നും ഇതിന് നടപടി എടുക്കാൻ ആളില്ലാതെ സർക്കാർ ഭാഗത്തുനിന്നും പിന്തുണ ഉണ്ടോ? ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഓരോരുത്തർ ഓരോന്ന് ചെയ്ത് കൂട്ടുകയാണിത്. പറയാതിരിക്കാനും കഴിയുന്നില്ല. അപ്പം നമ്മളെ മക്കൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. നമ്മളെ മാതാപിതാക്കൾ കഷ്ടത്തിലാവുകയാണ്. ഇപ്പം 2 കുട്ടികൾ ഇന്നലെ പോയിട്ട് ബോംബെ പോയി കറങ്ങി വന്നിക്കണം. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് മുടി കെട്ടുന്നത് ഒരു ബാർബർ ഷോപ്പിൽ കയറി മുടി വെട്ടിയാണ്. ഓരോന്ന് തോന്നി ഓരിറങ്ങിപ്പോയി, അതുപോലെ ഇങ്ങോട്ട് വരും ചെയ്തു. അപ്പോൾ എത്രത്തോളം സങ്കടമുണ്ട് മാതാപിതാക്കൾക്ക്, അവരുടെ ഫീലിങ്സൊന്നും മനസ്സിലാക്കുന്നില്ല. കുട്ടികളവിടെ പോകലും ഇറങ്ങി പോവുക, അതാണ് ഈ കുട്ടികളെ ഒരു രീതി. പക്ഷേ ആരെങ്കിലും ഒന്ന് പ്രണയം നടിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവരെ ചതിക്കാനുള്ള ഒരിതാണ്, ഹോപ്പാണ്. അതിൽ ഇവരാണെങ്കിൽ വീണ് പോവുകയും ചെയ്തു. അവർ പറഞ്ഞതൊക്കെ ഇവർ അയച്ചും കൊടുക്കും. അങ്ങനെ ബ്ലാക്ക് മെയിലായി. പിന്നെ അവസാനം പല വീഡിയോസുകളൊക്കെ അവരെ കയ്യിലുണ്ടാവും. അപ്പം നമ്മൾ ചിന്തിക്കണം, ഒരാൾ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടല്ല, നമ്മളെ മോഹിപ്പിച്ചിട്ടും അല്ല, ഒരാൾ കല്യാണം കഴിപ്പിച്ചിട്ടൊന്നുമല്ല ഇവന്മാർ വരുന്നത്. ഒരു ഞരമ്പ് രോഗമായിട്ട് വരുന്നതാണ്. ഇവർക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെ ചതിക്കാനാണ് വരുന്നതെന്ന് ഈ മക്കൾക്ക് അറിയില്ല. അതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നേരത്ത് ഫോണില്ല. ഇപ്പം ഈ ഫോണ് 18 വയസ്സ് പൂർത്തിയാകാതെ മക്കളെ കയ്യിൽ ഫോണുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്. അതിലൂടെയാണ് ഈ പെൺകുട്ടികൾ വഴി തെറ്റിപ്പോകുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്യും. അത് പെട്ടെന്ന് ബ്ലോക്കാക്കും. അതാണ് എൻ്റെ രീതി. എനിക്കിപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നോട് കല്യാണം കഴിക്കണോ, അത് വേണോ, ഇത് വേണോ, നമ്പർ ചോദിച്ച് ഒരു സ്വൈരൊന്നും കിട്ടുന്നില്ല. പക്ഷെ എല്ലാ നമ്പർ നമ്പർ കാട്ട്, പൈസ ഇടാനാണ് മറ്റേതാണ്. എൻ്റെ പിന്നാലെ കുറേ ആയി ഇങ്ങനെ നമ്പർ വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഞാനെന്നിട്ടാ അന്ന് കൊടുത്തതിൻ്റെ ക്ഷീണം മാറിയില്ല. എല്ലാത്തിനെയും ബ്ലോക്കാക്കിയിട്ടൊക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന എല്ലാവരെയും ബ്ലോക്കാക്കും.
ഒരു നിമിഷം ഞാൻ ആലോചിക്കില്ല. എന്തെങ്കിലും അവരെ കാര്യത്തിൻ്റെ അവരെ സ്വഭാവമൊന്നും അവരെ രീതികൾ മാറിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അവരെ സ്വഭാവം നന്നല്ല, ഇതിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങളെന്ത് ചെയ്യണം, അവളെ അവോയ്ഡ് ചെയ്യണം, അവരെ ബ്ലോക്കാക്കിയിടണം. അപ്പോൾ അവർ വിചാരിച്ചു ഇവളെ ഇതിലൊന്നും കിട്ടത്തില്ല, ഇവളെ നമുക്ക് പോയി വേറെ നോക്കാമെന്ന് അവർ ചിന്തിക്കും. അങ്ങനെ വേണം പെൺകുട്ടികളായി. ഇതിപ്പോൾ ഒരാൾ പ്രണയം നടിച്ചാലോ ഇഷ്ടമാണ് എനിക്ക്, ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് വരാൻ കാര്യം ഉണ്ടാവും. പക്ഷേ അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ച് പിന്നെ കല്യാണ വക്കലെത്തുമ്പത്തിനാണ് പിന്നെ എല്ലാ കാര്യം അപ്പം അവിടെ ഫസ്റ്റ് നൈറ്റും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ജീവിതം തന്നെ അവിടെ അടിയറ ഉറപ്പിച്ചിട്ടുണ്ടാവും ഈ മക്കളെ കാര്യം. അപ്പോൾ പിന്നെ അടുത്ത ഫസ്റ്റ് നൈറ്റ് വരാൻ നിൽക്കുമ്പോൾ കല്യാണം കഴിക്കുമ്പോഴത്തേന് അവർക്ക് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഒഴിവാവാത്ത സ്ഥിതിക്ക് ഇവരെ ചെന്നിട്ട് ഒരു കയറെടുത്തിട്ട് ആത്മഹത്യ ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ ലോകം, ഇതാണ് ഇപ്പോഴത്തെ ലഹരി അടിമയായ ആ അച്ഛനെ അമ്മേനെയൊക്കെ വെട്ടി നുറുക്കി കുക്കറിലാക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബാസ്ക്കറ്റിലാക്കിയിട്ട് വെളിയിൽ കൊണ്ടുകളയാം. എന്താണ് ഇവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവരൊക്കെ അനുഭവിച്ചിട്ടേ ദുനിയാവിൽ ഒരാളെ നമ്മളെ കുറ്റം പറയാനും ഒരാളെ നമ്മൾ പച്ച മാംസം കൊത്തി വലിച്ചിട്ടാണ് ദുനിയാവിൽ അനുഭവിച്ചിട്ടേ പോകുള്ളൂത്രേ. അത് നമ്മൾ ശരിക്കും മൂല്യന്മാർ പറയണതൊക്കെ വയലിൽ പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്. നമ്മൾ ദുനിയാവിൽ ആരെങ്കിലും പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിച്ചിട്ടേ ദുനിയാവ് വിട്ടു പോവുള്ളൂ. ദുനിയാവിൽ വെച്ച് തന്നെ കണക്ക് തീർക്കും പടച്ചവന്. അപ്പോൾ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക മക്കൾ ഫോൺ യൂസ് ചെയ്ത ഒരാൾ പ്രേരണം നടിച്ച് വരുന്നത് നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും നിങ്ങളെ കല്യാണം കഴിക്കാനോ അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ പെൺകുട്ടികളും ഒരുപോലെ ആയാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കഥയില്ല, പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു തലച്ചോറിലും അവർക്കൊന്നുമില്ല. അവർക്ക് ആരെങ്കിലും ഒന്ന് കൂടെ പോരെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളും. അപ്പം ദേവി വിചാരിച്ച് മക്കൾക്കൊരു ജാഗ്രത പാലിക്കുക. അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യണം. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവില്ല. അവർ തേനെ പൊന്നെ ചക്കരേ എന്നൊക്കെ വിളിച്ച് പിന്നാലെ കൂടും. അത് നമ്മളെ ചതിക്കാനാണ്, നമ്മളെ സന്തോഷിപ്പിക്കാനും കല്യാണം കഴിക്കാനും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ ബൈ ചെയ്യൂ. അസ്സലാമു അലൈക്കും.